ലത്തീഫ് ബാനു കേസിലെ പ്രതീക്ഷ മാത്രമല്ല, ഇത് സത്യത്തില് ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെ ഹൃദയത്തിലുമുള്ള ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ സിസ്റ്റമൊക്കെ നീതിപൂർവം വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച ഓരോ ഇന്ത്യക്കാരനുണ്ടായ ഒരു ആശങ്കക്ക് ഒരു ചെറിയ മാറ്റം വരുന്ന, പ്രതീക്ഷ നൽകുന്ന വിധിയാണ്. ലഹളക്കിടയിൽ കൂട്ട ബലാത്സംഗം ചെയ്ത് പ്രതികൾ അവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഗവൺമെന്റ് ന്യായീകരിച്ച് കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ആനുകൂല്യം, കോടതിയുടെ മുമ്പിൽ സത്യം മറച്ചു വെച്ച് ആനുകൂല്യം നേടിക്കൊടുത്ത സംഭവമാണ്. അതിലേറെ ഒരു പക്ഷപാതപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേറെ ഉദാഹരണം ആവശ്യമില്ലല്ലോ. അത്രയും വലിയ ഭയങ്കരമായ ഒരു ഹൃദയവേദന ഓരോ ഇന്ത്യൻ പൗരന്റെയും ഹൃദയത്തിൽ ഉണ്ടാക്കിയ സംഭവമാണ്. എന്തും ഈ രാജ്യത്ത് നടക്കുമല്ലോ, ഒക്കെ ഇത്രയും കേവലം പക്ഷപാതപരമാണല്ലോ എന്ന ചിന്ത ഉണർത്തിയ ഒരു സംഭവത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തീർച്ചയായും ഈ കേസിൽ ഒതുങ്ങൂല. അതിൻ്റെ പ്രതീക്ഷ നീതി പുലരും, നീതിയാണല്ലോ കിട്ടേണ്ടത്, അല്ലാതെ ചെയ്ത ആളെ നോക്കിയിട്ടല്ലല്ലോ, ചെയ്ത വിഭാഗമോ അല്ലെങ്കിൽ കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നീതി നടപ്പിലാക്കേണ്ടത്. അപ്പോൾ കോടതി ഈ നൽകിയിരിക്കുന്ന ഓർഡർ തീർച്ചയായും ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ്. അല്ല, അത് രണ്ടും തന്നെയാണ്. പ്രതികൾ പിന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എല്ലാ കേസിലും സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഗവൺമെന്റ് തന്നെ മറച്ചു വെക്കുക ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഗുജറാത്ത് കോടതിയാണ് വിധി പറയേണ്ടത് എന്നുള്ളത് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അപ്പൊ ഇവിടെ ഗുജറാത്ത് ഗവൺമെന്റാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. അതാണ് ഈ കേസിലെ പ്രത്യേകത. നേരത്തെ വന്ന എല്ലാ കേസിലും പിന്നെ ഇതുപോലെ ഫാക്സ് കോടതിയിൽ മറച്ചു വെച്ചാൽ വിധി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഫാക്സ് മറച്ചു വെക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ അതാണ് കോടതി തെറ്റിയിരിക്കുന്നത്. പ്രതിപക്ഷ സെക്രട്ടറി മോറൽ സപ്പോർട്ടർ ആയിട്ട് മാറുമോ ഈ സാധ്യതയുണ്ടോ? രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചാൽ അത് മോറൽ സപ്പോർട്ടായി മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതികളിൽ പോലും ഒരു ഗവൺമെന്റ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ, അതും ഇതുപോലെ ഹീനകൃത്യം ചെയ്ത ഒരു പ്രതികൾക്ക് വേണ്ടി, എന്തടിസ്ഥാനത്തിലാണത്? അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും രാജ്യത്ത് സംഭവിച്ചുകൂടാത്തതാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുമല്ലോ. ഇന്ന് ഓരോ വിഭാഗത്തിനെതിരാണെങ്കിൽ നാളെ മറ്റൊരു വിഭാഗത്തിനെതിരെ, ഇന്ന് ഒരാൾക്ക് നാളെ വേറൊരാൾക്ക്, അതേ ഉണ്ടാവുള്ളൂ വ്യത്യാസം. ആയിട്ടാണ് ഏകപക്ഷീയവും പക്ഷപാതപരമായും ആയിട്ടാണ് ആ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസിലെ വിധി വ്യക്തമാക്കുന്നത്. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിഷ്പക്ഷമായി നടക്കേണ്ട നീതിന്യായ വ്യവസ്ഥിതിയെ ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുക. എന്നിട്ട് എന്തും കോടതിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും. കോടതിയിൽ അങ്ങനെയാണല്ലോ, കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന അനുസരിച്ചല്ലേ കോടതി വിധി ഉണ്ടാകുക. അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ അത് കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല. കോടതിയെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാലെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ തിരുത്തൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉയർത്തുന്ന വിധിയാണ് എന്ത് തന്നെയായാലും. അതാണ് ഈ വിധി കാണിക്കുന്നത്. രാജ്യത്ത് ജനാധിപത്യം പുലരേണ്ട ഇന്ത്യ സഖ്യം അതിശക്തമായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരുക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ സീറ്റ് ചർച്ചയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ സംസ്ഥാനത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ
ആ ജനാധിപത്യ കൂട്ടായ്മ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഈ വിധി വെളിച്ചം വീശുന്നത്. കാരണം നാളെ വീണ്ടും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രതിപക്ഷം ശക്തമാവണം. ഏകപക്ഷീയമായ കേന്ദ്ര ഗവൺമെന്റ് തുടരെ വരുന്നത് തുടർച്ചയായ ഏകാധിപത്യം, ഈ വേഴ്സ്റ്റ് ഡെമോക്രസിയേക്കാൾ മെച്ചാണ് എന്ന് പറയാറില്ല.